സംസ്ഥാനത്തെ റേഷൻ വിതരണ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാർക്ക് 2 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ നടപടിയായി. കുടിശ്ശിക വിതരണത്തിനുള്ള ഉത്തരവായി എന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ പറഞ്ഞു. അക്കൗണ്ടിൽ പണമെത്തിയാൽ സമരം അവസാനിപ്പിക്കുമെന്ന് വാതിൽപ്പടി വിതരണക്കാരുടെ സംഘടന. അഖിൽ പാലോട്ട് മഠം ചേരുന്ന വിവരങ്ങളുമായി. അഖിൽ, വിവരങ്ങൾ എന്താണ്? കഴിഞ്ഞ 7 ദിവസമായി കുടിശ്ശിക ആവശ്യപ്പെട്ട റേഷൻ വ്യാപാരികൾ സമരത്തിലായിരുന്നു വീണ. ആ സമരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു റേഷൻ വ്യാപാരികളും അതുപോലെ തന്നെ വിതരണക്കാരുമായിട്ട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ചർച്ച നടത്തിയത്. അതിൽ 5 മാസത്തെ കുടിശ്ശിക 2 മാസത്തെ തുകയെങ്കിലും അനുവദിക്കാമെന്നൊരു സർക്കാർ ഒരു തീരുമാനമെടുത്തിരുന്നു. ഇത് സമരക്കാരെ അറിയിച്ചതിനു പിന്നാലെയാണ് സമരം ഇപ്പോൾ ഒരു സമവാക്യത്തിലേക്ക് എത്തിയിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടിശ്ശിക വിതരണത്തിനായി 50 കോടി രൂപ കഴിഞ്ഞ ദിവസമാണ് സർക്കാർ സപ്ലൈകോയ്ക്ക് കൈമാറിയിരുന്നത്. ഇന്ന് ആ തുക കരാറുകാരുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സമരം അവസാനിപ്പിക്കാൻ വേണ്ടി വാതിൽപ്പടി വിതരണക്കാരുടെ സംഘടനയായ കേരള ട്രാൻസ്പോർട്ടിംഗ് കോർപ്പറേഷൻ അസോസിയേഷൻ സംസ്ഥാന സമിതി യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 5 തവണയായിട്ടാണ് ഈ സമരം പല ഘട്ടങ്ങളിലായി നടന്നു. കഴിഞ്ഞ 7 ദിവസമായി വളരെ രീതിയിലുള്ള സമരം സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ ഒരു അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. വീണ, ഓക്കെ, ശരി.